നമസ്കാരം. SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് ജയസൂര്യ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബനി എൻട്രി എന്ന് പറയുന്ന റിസ്ക് ഇൻ ബോണ്ടിൻ്റെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇൻ ടുഡേയ്സ് എപ്പിസോഡ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് The Snake and the Mirror, written by Vaikom Muhammed Basheer. As you all know, Vaikom Muhammed Basheer is one of the most prominent writers in Malayalam. മലയാളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള പ്രൊമിനൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളത്തിലായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതികളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹത്തിൻ്റെ കൃതികളിലെ ഹ്യൂമർ, അതേപോലെ തന്നെ സർക്കാസം ഒക്കെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ നമുക്കിവിടെ പഠിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ മലയാള കൃതിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. അദ്ദേഹം മലയാളത്തിലാണല്ലോ എഴുതിയത്, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതാണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ. നമുക്ക് അധികം പറഞ്ഞ് താമസിപ്പിക്കാതെ നമുക്ക് ചാപ്റ്ററിലേക്ക് നേരിട്ട് കിടക്കാം. നമുക്ക് നോക്കാം എന്താണ് സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന്. ഓക്കെ, അപ്പോൾ എല്ലാവരും തുടങ്ങാം. ദ സ്നേക്ക് ആൻഡ് ദ മിറർ. ഫസ്റ്റ് പാസേജ് സ്റ്റാർട്ട് ചെയ്യാം. Has a snake ever coiled itself round any part of your body? A full-blooded cobra? All of us fell silent. The question came from the homeopath. The topic came up when we were discussing snakes. We listened attentively as the doctor continued with the tale. So, ഒന്നാമത്തെ പാസേജ് വായിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? കുറച്ച് സുഹൃത്തുക്കൾ ഇരുന്നിട്ട് ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ ഇടയിലുള്ള ഒരു ഡോക്ടർ, ഒരു ഹോമിയോ ഡോക്ടർ പറയുന്ന കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കഥ വികസിക്കുന്നത്. ആദ്യം നോക്കാം. ഹാസ് എ സ്നെയിൽ എവർ കോയിൽഡ് ഇറ്റ് സെൽഫ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? എപ്പോഴെങ്കിലും ഒരു പാമ്പ് നിങ്ങളുടെ ഏതെങ്കിലും ശരീരഭാഗത്തിന് മുകളിൽ ചുറ്റി വരിഞ്ഞിട്ടുണ്ടോ? എ ഫുൾ ബ്ലഡഡ് കോബ്ര? ഒരു ഉഗ്രൻ കോബ്ര, പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു ഫുൾ ബ്ലഡഡ് കോബ്ര എപ്പോഴെങ്കിലും നിങ്ങളുടെ ശരീരത്തിന് മുകളിൽ ചുറ്റി വളഞ്ഞിട്ടുണ്ടോ? ആരാ ചോദിച്ചത്? ഓൾ ഓഫ് എസ് ഫെൽ സൈലൻറ്റ്. ഈ ചോദ്യം കേട്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും എന്തായി? പെട്ടെന്ന് നിശബ്ദരായിപ്പോയി. ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം ദ ഹോമിയോപാത്ത്. ഈ ചോദ്യം ആരിൽ നിന്നാണ് വന്നത്? ഹോമിയോപാത്തിൽ നിന്നാണ്. അവരുടെ കൂട്ടത്തിൽ ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഹോമിയോ ഡോക്ടറാണ് ഈ ചോദ്യം ചോദിച്ചത്. ദ ടോപ്പിക് കെയിം അപ്പ് വെൻ വി വർ ഡിസ്കസിങ് സ്നേക്സ്. ഞങ്ങളെല്ലാവരും കൂട്ടം കൂടി ഇരുന്നിട്ട് പാമ്പുകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ടോപ്പിക് ഉണ്ടാവുകയും ഇതിനെക്കുറിച്ച് ഹോമിയോപാത്ത് ഡോക്ടർ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തത്. വി ലിസൺഡ് അറ്റൻറ്റീവ്ലി ആസ് ദ ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് ദ ടെയിൽ. ഡോക്ടർ ആ കഥ പറയാൻ തുടങ്ങി. ഞങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കാൻ തുടങ്ങി. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ്. അബൌട്ട് 10 o'clock I had my meal at the restaurant and returned to my room. I heard a noise from above as I opened the door. The sound was a familiar one. One could say that rats and I shared the room. I took out my box of matches and lighted the kerosene lamp on the table. കഥ തുടങ്ങി. നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ്. അതൊരു ഹോട്ട് സമ്മർ നൈറ്റ് ആയിരുന്നു. ഒരു സമ്മർ ആയിരുന്നു. രാത്രി സമയം 10 മണിയോളമായിട്ടുണ്ട്. I had my meal at the restaurant and returned to my room. ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എൻ്റെ മീൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ എങ്ങോട്ട് തിരിച്ചു പോയതാണ്? ഞാൻ എൻ്റെ മുറിയിലേക്ക് തിരിച്ചു പോയതാണ്. I heard a noise from above as I opened the door. എൻ്റെ മുറിയുടെ വാതിൽ തുറന്നപ്പോൾ തന്നെ മുകളിൽ നിന്ന് ഞാനൊരു ശബ്ദം കേട്ടു. The sound was a familiar one. ഈ ശബ്ദം ഞാൻ വളരെ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. എനിക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു ശബ്ദമായിരുന്നു അത്. One could say that rats and I shared the room. പൊതുവെ ആളുകൾ പറയാറുണ്ട് എന്ത്? ഞാനും എലികളും ഒരേ റൂം ഷെയർ ചെയ്യുന്ന ആൾക്കാരാണെന്ന്. അതായത് എന്താ? ആ റൂമിൽ മൊത്തം എലികളായിരുന്നു എന്നർത്ഥം. അപ്പോൾ ഞാനെന്ത് വിചാരിച്ചു? മുകളിലുള്ള എലികൾ ശബ്ദം ഉണ്ടാക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. I took out my box of matches and lighted the kerosene lamp on the table. ഞാൻ അടുത്തുള്ള ഒരു തീപ്പെട്ടി എടുത്തിട്ട് തീപ്പെട്ടി കൂടെ എടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ടേബിളിന് മുകളിൽ വെച്ചിരിക്കുന്ന കെറോസിൻ ലാമ്പ്, അതായത് മണ്ണെണ്ണ വിളക്ക് ഞാൻ കത്തിച്ചു. The house was not electrified. It was a small rented room. I had just set up medical practice and my earnings were meager. I had about 60 rupees in my suitcase, along with some shirts and dhotis. I also possessed one solitary black coat which I was then wearing. The house was not electrified. എൻ്റെ റൂം എന്തായിരുന്നില്ല? ഇലക്ട്രിഫൈഡ് ചെയ്തിരുന്നില്ല. അതായത് വൈദ്യുതീകരിക്കാത്ത വീടായിരുന്നു എൻ്റേത്. ഇറ്റ് വാസ് എ സ്മോൾ റെൻറ്റഡ് റൂം. വളരെ ചെറിയ
വാടകയ്ക്കെടുത്ത ഒരു മുറി കൂടിയായിരുന്നു അത്. I had just set up medical practices and my earnings were meager. ഞാനാണെങ്കിൽ ജസ്റ്റ് എൻ്റെ മെഡിക്കൽ പ്രാക്ടീസ്, ഞാൻ ഹോമിയോപ്പതി ഡോക്ടറാണല്ലോ, ഞാൻ ഹോമിയോപ്പതി കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് എൻ്റെ മെഡിക്കൽ പ്രാക്ടീസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ വരുമാനം വളരെ മീഗറായിരുന്നു. മീഗർ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിരുന്നു, വളരെ കുറഞ്ഞ പണം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. I had about 60 rupees in my suitcase. എൻ്റെ സ്യൂട്ട് കേസിൽ ഒരു 60 രൂപയുണ്ടായിരുന്നു. അലോങ് വിത്ത് സം ഷർട്ട്സ് ആൻഡ് ധോത്തീസ്. അതിൻ്റെ കൂടെ എൻ്റെ കുറച്ച് ഷർട്ടുകളും എൻ്റെ കുറച്ച് മുണ്ടുകളും കുറച്ച് ധോത്തികളും അവിടെ ഉണ്ടായിരുന്നു. ഐ ഓൾസോ പൊസസ്ഡ് വൺ സോളിറ്ററി ബ്ലാക്ക് കോട്ട് വിച്ച് ഐ വാസ് ദെൻ വിയറിങ്. അതുകൂടാതെ എനിക്ക് ഒരൊറ്റ ബ്ലാക്ക് കോട്ട് ഉണ്ടായിരുന്നു, ഒരു കറുത്ത നിറത്തിലൊരു കോട്ട് ഉണ്ടായിരുന്നു, ഒരൊറ്റ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുകയും ചെയ്യുന്നത്. പുറത്തുനിന്ന് വന്നപ്പോൾ ഞാൻ അതിട്ടിട്ടാണ് ഉള്ളോട്ട് വരുന്നത്. ഓക്കെ, ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്, white shirt and not so white vest and hung them up. I opened the 2 windows in the room. It was an outer room with one wall facing the open yard. It had a tiled roof with long supporting gables that rested on the beam over the wall. There was no ceiling. There was a regular traffic of rats to and from the beam. I made my bed and pulled it close to the wall. I lay down, but I could not sleep. I got up and went out to the veranda for a little air, but the wind god seemed to have taken time off. അപ്പോൾ നോക്കാം. I took off my black coat. ഞാൻ ഇട്ടിരിക്കുന്ന എൻ്റെ കറുത്ത കോട്ട് ഞാൻ ഊരി വെച്ചു. വൈറ്റ് ഷർട്ട്, അതിനുള്ളിലിട്ടിരുന്ന വൈറ്റ് ഷർട്ടും ഞാൻ ഊരി വെച്ചു. ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ്. അതുകൂടാതെ അതിൻ്റെ ഉള്ളിലിട്ടിരിക്കുന്ന അത്രയ്ക്കൊന്നും വെളുപ്പല്ലാത്ത എൻ്റെ ഉള്ളിലെ ബനിയൻ, നമ്മുടെ വെസ്റ്റ് എന്ന് പറയുന്നത് ഉള്ളിലിടുന്ന ബനിയനും പുറത്തിട്ടു. അതാണെങ്കിൽ അത്ര വെളുപ്പമൊന്നുമല്ല, അത് ഉപയോഗിച്ച് അതിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ അത്രയൊന്നും വെളുപ്പല്ലാത്ത എൻ്റെ ഉള്ളിലെ ഇന്നർ വെയർ ആയിട്ടുള്ള ബനിയനും ഞാൻ അവിടെ തൂക്കിയിട്ടു. ഐ ഓപ്പൺഡ് the 2 windows in the room. അതുകൂടാതെ ഞാൻ എൻ്റെ മുറിയിലെ 2 ജനാലകളും തുറന്നിട്ടു. It was an outer room with one wall facing the open yard. ഒരു ഔട്ടർ റൂമായിരുന്നു, ഒരു പുറത്തേക്കുള്ള റൂമായിരുന്നു. അതിൻ്റെ പുറംഭാഗത്തുള്ള വാള് അല്ലെങ്കിൽ ഭിത്തി പുറംഭാഗവുമായിട്ട് പുറത്തേക്ക് തുറന്നു കിടക്കുന്ന രീതിയിലുള്ള ഒരു മുറിയായിരുന്നു അത്. ആൻഡ് ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ് വിത്ത് ലോങ് സപ്പോർട്ടിംഗ് ഗാബിൾസ് ദാറ്റ് rested on the beam over the wall. അത് കൂടാതെ എങ്ങനത്തെ മുറിയായിരുന്നു? ഒരു ടൈൽഡ് ആയിട്ടുള്ള റൂഫായിരുന്നു. ടൈൽഡ് റൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? ടൈൽഡ് റൂഫ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട, നമ്മൾ ഓടിട്ട റൂഫിനാണ് എന്ത് പറയുന്നത്? ടൈൽഡ് റൂഫ് എന്ന് പറയുന്നത്. ഓടിട്ടതിന് ടൈൽ എന്ന് പറയുന്നത് ഓട് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ടൈൽഡ് റൂഫ് എന്ന് പറഞ്ഞാൽ ഓടിട്ട ഒരു റൂഫായിരുന്നു. വിത്ത് ലോങ് സപ്പോർട്ടിംഗ് ഗാബിൾസ്. ലോങ് സപ്പോർട്ടിങ് ഗാബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ത്രികോണാകൃതിയിലുള്ള വീടില്ലേ, ഓടിട്ട വീടുകൾ അങ്ങനെ ത്രികോണാകൃതിയിലല്ലേ ഉണ്ടാവുക, ഈ മേൽക്കൂര ഉണ്ടാക്കുമല്ലോ, അതിനാണ് നമ്മൾ ഗാബിൾസ് എന്ന് പറയുന്നത്. ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വോൾ. ഈ മേൽക്കൂര ഏത് ഭാഗത്താണുള്ളത്? ബീം, അതായത് നമ്മുടെ വോളിൻ്റെ, നമ്മുടെ ഭിത്തിയുടെ മുകളിൽ, ബീമിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു ഗാബിൾസ് ഒക്കെ വെച്ചിട്ടുള്ള ടൈലിട്ട്, അതായത് ഓടിട്ടിരിക്കുന്ന ഒരു വീടാണ് ഇത് എന്നർത്ഥം. ആൻഡ് ദർ വാസ് നോ സീലിംഗ്. ഓടിട്ട വീടാണ്, അത് മാത്രമല്ല അതിന് മുകൾ ഭാഗത്തൊന്നും സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മേൽക്കൂരയും അതേപോലെ തന്നെ ഓടൊക്കെ കാണാം. സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ദർ വാസ് നോ സീലിംഗ് ആൻഡ് ദർ വാസ് എ റെഗുലർ ട്രാഫിക് ഓഫ് റൈറ്റ്സ് ടു ആൻഡ് ഫ്രം ദ ബീം. അതുകൊണ്ട് തന്നെ മുകളിലോട്ട് നോക്കി എനിക്ക് എന്ത് കാണാം? മുകളിലെ മേൽക്കൂരേൻ്റെ മുകളിൽ കൂടെയൊക്കെ ഫുൾ ടൈം എലികൾ അങ്ങോട്ടും കൂടി, എലികളുടെ റാറ്റ്സിൻ്റെ ഒരു റെഗുലർ ട്രാഫിക്, അതായത് എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത് സുഖകരമായിട്ട് നമുക്ക് കാണാമായിരുന്നു. ഐ മേഡ് മൈ ബെഡ് ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദ വോൾ. ഞാൻ എന്താക്കി? ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് ബെഡൊക്കെ നല്ല വിരിച്ച് സെറ്റാക്കി വെച്ച്. ഐ മേഡ് ബൈ ബെഡ് എന്ന് പറഞ്ഞാൽ കിടക്കാൻ വേണ്ടിയിട്ട് കിടക്ക വിരിക്കുക. കിടക്കൊക്കെ വിരിച്ച് വെച്ചിട്ട് ഞാൻ എന്താക്കി? എൻ്റെ കട്ടിൽ ഈ ഭിത്തിയോട് ചേർത്തിട്ടു. എൻ്റെ ഐ ലേ ഡൗൺ ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. അതിനുശേഷം ഞാൻ കട്ടിൽ കിടന്നു, പക്ഷേ എനിക്ക് എന്ത് സംഭവിച്ചില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. അന്ന് രാത്രി തീരെ ഉറക്കം വന്നില്ല. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട് ടു ദ വരാന്ത ഫോർ എ ലിറ്റിൽ എയർ. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ വരാന്തയിലേക്ക് പോയി. എന്തിന്? കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട്. ആ ഉറക്കവും വരുന്നില്ല, കുറച്ച് കാറ്റ് കൊള്ളാമെന്ന് കരുതിയിട്ട് ഞാൻ പുറത്തേട്ട് പോയി. ഓക്കെ, ബട്ട് ദ വിൻഡ് ഗോഡ് സീം ടു ഹാവ് ടേക്കൺ ടൈം ഓഫ്. പക്ഷേ പുറത്ത് പോയപ്പോൾ എന്ത് മനസ്സിലായി? നമ്മുടെ വിൻഡ് ഗോഡ്, നമ്മുടെ വായു ദേവത, നമ്മുടെ കാറ്റിൻ്റെ ദേവത എന്ത് ചെയ്ത പോലെ, ഒരു ബ്രേക്ക് എടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അവിടെ കാറ്റൊന്നുമില്ല. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു കാണാം,
ടേക്കൺ ടൈം ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് എടുക്കുക എന്നാട്ടോ അർത്ഥം. ടേക്കൺ ടൈം ഓഫ് എന്ന് പറഞ്ഞാൽ സമയം എടുത്തു എന്നല്ല. ടേക്കൺ ടൈം ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക് എടുക്കുക എന്ന്. ഞാനിപ്പോൾ ഒരുപാട് തിരക്കിൽ ജോലി ചെയ്യുന്നുണ്ടിരിക്കുമ്പോൾ ഐ നീഡ് ടു ടേക്ക് സം ടൈം ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ബ്രേക്ക് എടുക്കണം എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഓർത്ത് വെച്ചോളൂ. ടേക്കൺ ടൈം ഓഫ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് എടുത്തു. അപ്പോൾ നോക്കിയപ്പോൾ എന്താണ്, നമ്മുടെ വായു ദേവത, നമ്മുടെ കാറ്റിൻ്റെ ദേവത ബ്രേക്ക് എടുത്ത് മാറി നിൽക്കുന്ന പോലെ പുറത്ത് കാറ്റൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. I went back into the room and sat down on the chair. I opened the box beneath the table and took out a book. The materia medica. I opened it at the table on which stood the lamp and a large mirror. A small comb lay beside the mirror. I went back into the room. പുറത്ത് കാറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഞാൻ തിരിച്ച് എൻ്റെ മുറിയിലേക്ക് പോയി. ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ. എന്നിട്ട് ഞാൻ എൻ്റെ കസാരയിൽ പോയിരുന്നു. ഐ ഓപ്പൺ ദ ബോക്സ് ബിനീത്ത് ദ ടേബിൾ ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. ഞാൻ അടിയിലുള്ള ഒരു ബോക്സ് തുറന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു പുസ്തകം എടുത്തു. ആ പുസ്തകത്തിൻ്റെ പേരെന്താ, ദ മെറ്റീരിയ മെഡിക്ക. ദ മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ പുറത്തേക്ക് എടുത്തു. ഐ ഓപ്പൺഡ് ഇറ്റ് അറ്റ് ദ ടേബിൾ ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാമ്പ് ആൻഡ് എ മിറർ. ഞാൻ അതിന് ശേഷം ആ ടേബിളിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ പുസ്തകം തുറന്നു. അവിടെ എന്തുണ്ട്, അവിടെ ഒരു ലാമ്പ് ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ കെറോസിൻ ലാമ്പും ഉണ്ട്, അതേപോലെ തന്നെ ഒരു വലിയ ഒരു മിററും ഉണ്ട്, ഒരു വലിയ കണ്ണാടിയുമുണ്ട്. എ സ്മോൾ കോം ലേ ബിസൈഡ് ദ മിറർ. ഈ മിററിനോട് ചേർന്ന്, ഈ കണ്ണാടിയോട് ചേർന്ന് അവിടെ ഒരു കോമ്പ്, ഒരു മുടി ചീകുന്ന ഒരു ചീപ്പും അവിടെ കിടക്കുന്നുണ്ട്. One feels tempted to look into a mirror when it is near. I took a look. In those days, I was a great admirer of beauty and I believed in making myself look handsome. I was unmarried and was a doctor. I felt I had to make my presence felt. I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. Again I heard that sound from above. അപ്പോൾ എന്തായി, one feels tempted to look into a mirror when it is near. എല്ലാവർക്കും എന്തുണ്ടാവും, നമ്മുടെ അടുത്ത് ഒരു കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നോക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും, അല്ലെ അതിലേക്ക് നോക്കാനുള്ള ഒരു ത്വര ഉണ്ടാവും. ഓക്കെ, ഐ ടുക്ക് എ ലുക്ക്. ഞാനും അതേപോലെ തന്നെ എൻ്റെ മുമ്പിൽ ഒരു കണ്ണാടി ഉണ്ട്, അത് കണ്ടപ്പോൾ ഞാനും എന്താക്കി, ആ കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കി. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മയർ ഓഫ് ബ്യൂട്ടി ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. ആ സമയത്താണെങ്കിൽ ഞാൻ ഒരു അഡ്മയറാണ്, ഞാനൊരു ആരാധകനാണ്. എന്തിൻ്റെ, ബ്യൂട്ടിയുടെ. ഞാനൊരു സൗന്ദര്യ ആരാധകനാണ് ഞാൻ ആ സമയത്ത്. ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. അത് മാത്രമല്ല, ഞാൻ എന്നെ ഭയങ്കര സുന്ദരനാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ആ സമയത്ത്. ഐ വാസ് അൺമാരീഡ് ആൻഡ് വാസ് എ ഡോക്ടർ. ഞാനാണ് കല്യാണം കഴിച്ചിട്ടില്ല, ഞാനൊരു ഡോക്ടറുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഭയങ്കര ചന്തത്തിലും സുന്ദരനാക്കി കൊണ്ടു നടക്കാനാണെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുകയായിരുന്നു. സൗന്ദര്യത്തിൻ്റെ വലിയൊരു ആരാധകനുമാണ് ഞാൻ, കാരണം ഞാൻ അൺമാരീഡ് ആണ്, അതേപോലെ തന്നെ ഒരു ഡോക്ടറുമാണ്. I felt I had to make my presence felt. I picked up a comb and ran it through my hair and adjusted the parting so that I looked straight and neat. ഞാൻ എന്താക്കി, ഞാൻ അടുത്ത് നിന്നിട്ട് ആ ചീർപ്പെടുത്തിട്ട് എൻ്റെ മുടിയുടെ പാർട്ടിങ് ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് ചീകി വെച്ചിട്ട് മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നല്ല നീണ്ടു നിൽക്കുന്ന പോലെ ആക്കി വെച്ച് നല്ല വൃത്തിയിൽ ഒതുക്കി അങ്ങോട്ട് വെച്ചു എൻ്റെ മുടി. Again I heard that sound from the above. പെട്ടെന്ന് മുകളിൽ നിന്ന് ആ ശബ്ദം ഞാൻ വീണ്ടും കേട്ടു. I took a close look at my face in the mirror. I made an important decision. I would shave daily and grow a thin mustache to look more handsome. I was, after all, a bachelor and a doctor. ഞാൻ ഒരിക്കൽ കൂടി എന്താക്കി, എൻ്റെ മുഖം കണ്ണാടിയിൽ നന്നായിട്ടൊന്ന് നോക്കി. ഐ മെയ്ഡ് എൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. ഞാൻ എന്ത് ചെയ്തു, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം അങ്ങോട്ട് എടുത്തു. I would shave daily and grow a thin mustache to look more handsome. എന്താണ് എൻ്റെ പുതിയ തീരുമാനം? I would shave daily. ഞാൻ എല്ലാ ദിവസവും എന്ത് ചെയ്യണം ഇനി മുതൽ? ഷേവ് ചെയ്യണം. ആൻഡ് ഗ്രോ എ തിൻ മുസ്റ്റാഷ്. അത് മാത്രമല്ല, വളരെ തിന്നായിട്ടുള്ള, വളരെ ചെറിയ ഒരു മീശയും വെക്കണം. ടു ലുക്ക് മോർ ഹാൻസം. എന്തിനാ? കൂടുതൽ സുന്ദരനായിട്ട് തോന്നാൻ വേണ്ടിയിട്ട്. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ. എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു ബാച്ചിലർ അല്ലേ, ഞാനൊരു കല്യാണം കഴിക്കാത്ത ആളല്ലേ, ഒരു ബാച്ചിലർ അല്ലേ, പോരാത്തതിനൊരു ഡോക്ടറും അല്ലേ. അപ്പോൾ കൂടുതൽ സുന്ദരനായി തോന്നാൻ വേണ്ടി ഞാൻ ഇനി മുതൽ എന്ത് ചെയ്യണം? ഷേവും ചെയ്യണം, പോരാത്തതിന് വളരെ തിന്നായിട്ടുള്ള ഒരു മീശയും വെക്കണം എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തു.
I looked into the mirror and smiled. It was an attractive smile. I made another earth-shaking decision. I would always keep that attractive smile on my face to look more handsome. I was, after all, a bachelor and a doctor too on top of it. I looked into the mirror and smiled. ഞാൻ അതിനുശേഷം കണ്ണാടിയിൽ നോക്കി ഈ തീരുമാനമെടുത്ത് കണ്ണാടിയിൽ നോക്കി ഞാനൊരു ചിരി ചിരിച്ചു. ആൻഡ് ഇറ്റ് വാസ് എൻ അട്രാക്റ്റീവ് സ്മൈൽ. എൻ്റെ ചിരി ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള വളരെ ആകർഷകമായിട്ടുള്ളൊരു ചിരിയായിരുന്നു അത്. ആൻഡ് ഐ മെയ്ഡ് അനദർ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. അതിനുശേഷം ഞാൻ ഭൂമിയെ പിടിച്ചു കുലക്കുന്ന മറ്റൊരു തീരുമാനം കൂടി അങ്ങോട്ട് എടുത്തു. ആദ്യത്തെ തീരുമാനം എന്തായിരുന്നു? ഷേവ് ചെയ്യണം, മീശ വെക്കണം. രണ്ടാമതൊരു തീരുമാനം കൂടി എടുത്തു. എന്താ തീരുമാനം? ഐ വുഡ് ഓൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ ദ ഫേസ്. ഞാനിപ്പോൾ കണ്ണാടിയിൽ നോക്കി ചിരിച്ച പോലെ വളരെ ആകർഷകമായ ചിരിയില്ലേ, അതും ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ മുഖത്ത് വയ്ക്കും. ഇപ്പോൾ 2 തീരുമാനങ്ങളായേ. ആൻഡ് ടു ലുക്ക് മോർ ഹാൻസം. എന്തിനാ? കൂടുതൽ സുന്ദരനായി തോന്നാൻ വേണ്ടിയിട്ട്. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ. എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു ബാച്ചിലർ അല്ലേ. ആൻഡ് ഡോക്ടർ, പോരാത്തതിന് അതൊരു ഡോക്ടറും കൂടിയാണ് അല്ലേ. Again came that noise from above. വീണ്ടും മുകളിൽ നിന്ന് ആ ശബ്ദം വന്നു. I got up, lit a beedi and paced up and down the room. Then another lovely thought struck me. I would marry. I would get married to a woman doctor who had plenty of money and a good medical practice. She had to be fat for a valid reason. If I made some silly mistake and needed to run away, she should not be able to run after me and catch me. I got up. ഞാൻ എഴുന്നേറ്റു. ലിറ്റ് എ ബീഡി. ഒരു ബീഡി കത്തിച്ച് വലിക്കാൻ തുടങ്ങി. ആൻഡ് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം. റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത നടക്കാൻ തുടങ്ങി. ദെൻ അനദർ ലവ്ലി തോട്ട് സ്ട്രക്ക് മീ. വീണ്ടും എൻ്റെ തലച്ചോറിൽ വീണ്ടും ഒരു ചിന്ത കയറി വന്നു. എന്താ? ഐ വുഡ് മാരി. പുതിയ തീരുമാനമാണ്, പുതിയ ഡിസിഷനാണ്. എന്താണ്? ഞാനൊരു കല്യാണം കഴിക്കണം. ഐ വുഡ് ഗെറ്റ് മാരീഡ് ടു എ വുമൻ ഡോക്ടർ ഹു ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി. എങ്ങനത്തെ? ഒരുപാട് പണമുള്ള, അതേപോലെ തന്നെ ഒരുപാട് പ്രാക്ടീസുമുള്ള ഒരു ലേഡി ഡോക്ടറെ എനിക്ക് കല്യാണം കഴിക്കണം. ഒരു വുമൻ ഡോക്ടറെ എനിക്ക് കല്യാണം കഴിക്കണം. ഷീ ഹാഡ് ടു ബി ഫാറ്റ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കണം. എന്ത്? നല്ല തടിയുള്ള പെണ്ണായിരിക്കണം എന്നൊരു തീരുമാനം. ഫോർ എ വാലിഡ് റീസൺ. ഒരു വളരെ പ്രധാനപ്പെട്ട കാരണം കൊണ്ടാണ് തടി വേണമെന്ന് ഞാൻ പറയുന്നത്. എന്താ കാരണം? ഇഫ് ഐ മേഡ് സം സില്ലി മിസ്റ്റേക്ക് ആൻഡ് നീഡഡ് ടു റൺ അവേ, ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ ആൻഡ് ക്യാച്ച് മീ. എന്താണ്? ഇനി എന്തെങ്കിലും കാരണവശാൽ കല്യാണം കഴിച്ച ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഞാൻ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്താൽ എനിക്ക് എന്താക്കാൻ പറ്റണം? ഓടിക്കളയാൻ പറ്റണം. എന്നെ പിറകിൽ ഓടിപ്പിടിച്ച് വന്നിട്ട് എന്നെ പിടിക്കാൻ തക്ക ശേഷിയുള്ള ആളാവാൻ പാടില്ല. അപ്പോൾ തടിയുള്ള ആളാണെങ്കിൽ എൻ്റെ പുറകെ ഓടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തടിയുള്ള പെണ്ണായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമാണ്. എന്താണ്? എനിക്ക് തെറ്റ് ചെയ്ത് ഓടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് എന്താക്കാൻ പറ്റില്ല? എൻ്റെ പുറകെ ഓടി എന്നെ പിടിക്കാൻ പറ്റില്ല. വിത്ത് സച്ച് തോട്ട്സ് ഇൻ മൈ മൈൻഡ് ഐ റിസ്യൂംഡ് മൈ സീറ്റ് in the chair in front of the table. There was no more sounds from above. Suddenly there came a dull thud, as if a rubber tube had fallen to the ground. Surely nothing to worry about. Even so, I thought I would turn around and take a look. No sooner had I turned than a fat snake wriggled over the back of the chair and landed on my shoulder. The snake's landing on me and my turning were simultaneous. So next, with such thoughts in mind, I resumed my seat in the chair in front of the table. ഇങ്ങനെ പല ചിന്തകളുമായിട്ട് ഞാൻ എന്ത് ചെയ്തു? ടേബിളിൻ്റെ മുമ്പിൽ ഞാൻ ചെയറിലുള്ള ഇരുത്തം അങ്ങനെ തുടർന്നു. There were no more sounds from above. മുകളിൽ നിന്ന് കൂടുതൽ ശബ്ദങ്ങളൊന്നും കേൾക്കാനില്ല. Suddenly there came a dull thud, as if a rubber tube had fallen to the ground. പെട്ടെന്ന് അവിടെ വേറൊരു ശബ്ദം കേട്ടു. ഒരു ഇടിട്ടം എന്ന് പറഞ്ഞൊരു എന്തോ ഇടിക്കുന്ന പോലത്തെ ഒരു ഇടി എന്നുള്ള ശബ്ദം കേട്ടു. ഒരു ഡൾ തഡ് കേട്ടു. ആസ് ഇഫ് എ റബ്ബർ ട്യൂബ് ഹാഡ് ഫോളൻ ടു ദ ഗ്രൗണ്ട്. എന്തുപോലെ? ഒരു റബ്ബർ ട്യൂബ് നിലത്ത് വീഴുമ്പോണ്ടാകുന്ന ശബ്ദമല്ലേ, ഭും എന്നുള്ളൊരു ശബ്ദമല്ലേ, അതുപോലത്തെ ഒരു ശബ്ദം ഞാൻ കേട്ടു. ഷുവർലി നത്തിങ് ടു വറി അബൌട്ട്. പേടിക്കാനൊന്നും ഉണ്ടാവില്ല. ഓക്കെ. ഈവൻ സോ തോട്ട് ഐ വുഡ് ടേൺ അറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ എന്താക്കി? ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ അറൗണ്ട് ടേക്ക് എ ലുക്ക്. ഒന്ന് തിരിഞ്ഞ് നോക്കിക്കളയാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തി. നോ സൂണർ ഐ ഹാഡ് ടേൺ ദാൻ ദ ഫാറ്റ് സ്നേക്ക് wriggled over the back of the chair and launched on my shoulder. അപ്പം തന്നെ എന്ത് ചെയ്തു? ഒരു തടിയൻ പാമ്പ് വളരെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് എന്താക്കി? എൻ്റെ ചെയറിന് മുകളിൽ നിന്ന് കയറിയിട്ടുണ്ട്. എന്നിട്ട് ഓവർ ദ ബാക്ക് ആൻഡ് ചെയർ ആൻഡ് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ. അതിന് മുകളിൽ നിന്ന് എവിടെ കയറി? എൻ്റെ ഷോൾഡറിൽ കയറിയിട്ട് അങ്ങോട്ട് ഇരുന്നു. ഒരു തടിയൻ പാമ്പ്.
The snakes landing on me and my turning were simultaneous. ഞാനാണെങ്കിൽ എന്താ എന്നറിയാൻ വേണ്ടിയിട്ട് തിരിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെയാണ് പാമ്പ് എൻ്റെ തോളിൽ കയറിയത്. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞതും പാമ്പ് എൻ്റെ തോളിൽ കയറിയതും ഒരേ സമയത്തായിരുന്നു. നോക്കുമ്പോൾ എൻ്റെ തോളത്ത് പാമ്പ്. ഓക്കെ, I didn't jump, I didn't tremble, I didn't cry out. There was no time to do any such thing. The snake slithered along my shoulder and coiled around my left arm above the elbow. The hood was spread out and its head was hardly 3 or 4 inches away from my face. I didn't jump. പാമ്പ് കയറിയപ്പോൾ ഞാൻ ചാടിയില്ല. I didn't tremble. ഞാൻ വിറച്ചില്ല. I didn't cry. ഞാൻ കരയുകയും ചെയ്തില്ല. There was no time to do any such thing. പേടിച്ചിട്ടൊന്നുമല്ല, ഇതൊന്നും ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ മുമ്പേ പാമ്പ് എന്ത് ചെയ്തു? The snake slithered along my shoulder and coiled around my left arm. പാമ്പ് എൻ്റെ തോളിൽ കൂടെ ഇഴഞ്ഞ് വന്നിട്ട് എവിടെ കയറി? എൻ്റെ ലെഫ്റ്റ് ആമിൻ്റെ മുകളിൽ കയറിയിട്ട് എന്ത് ചെയ്തു? കോയിൽ ചെയ്തു. അങ്ങോട്ട് ചുറ്റി അങ്ങോട്ട് നിന്നു. എൻ്റെ കൈമുട്ടിൻ്റെ മുകൾ ഭാഗത്ത് ചുറ്റി അങ്ങോട്ട് നിന്നു. ചുറ്റി പിണഞ്ഞ് പാമ്പ് അങ്ങോട്ട് നിന്നു. The hood was spread out and its head was hardly 3 or 4 inches from my face. അത് പോരാത്തതിന് അതതിൻ്റെ ഹുഡ്, അതിൻ്റെ പത്തി അങ്ങോട്ട് വിടർത്തി നിൽക്കുകയും ചെയ്തു. ഇത് എവിടെയാണ് കിടക്കുന്നത്? അത് എൻ്റെ മുഖത്ത് നിന്ന് ഒരു 3-4 ഇഞ്ച് മാത്രം വ്യത്യാസത്തിലാണ് ഈ പാമ്പ് പടം വിടർത്തിയിട്ട് എൻ്റെ കൈൻ്റെ മുകളിൽ നിൽക്കുന്നത്. ആൻഡ് ഇറ്റ് വുഡ് നോട്ട് ബി കറക്റ്റ് ടു സേ മിയർലി ദാറ്റ് ഐ സാറ്റ് ദർ ഹോൾഡിങ് മൈ ബ്രത്ത്. ഞാൻ അവിടെ എൻ്റെ ശ്വാസം അടക്കി പിടിച്ച് ഇരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഐ വാസ് ടേൺ ടു എ സ്റ്റോൺ. ഞാനെന്ത് സംഭവിച്ചു? ഞാൻ യഥാർത്ഥത്തിൽ ഒരു കല്ല് പോലെയായിപ്പോയി. ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. ദ ഡോർ ഓപ്പൺഡ് ഇൻ ടു ഡാർക്ക്നെസ്. ദ റൂം വാസ് ഫിൽഡ് വിത്ത് ഡാർക്ക്നെസ്. In the light of the lamp, I sat there like a stone image in the flesh. But my mind was very active. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ മൈൻഡ് വളരെ ആക്റ്റീവായിരുന്നു. വളരെ ആക്റ്റീവായിട്ടാണ് ഞാൻ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. ദ ഡോർ ഓപ്പൺ ഇൻ ടു ഡാർക്ക്. ഡോറ് തുറന്ന് കിടക്കുന്നത് ഞാൻ കാണുന്നത്. ഡോർ എങ്ങനെയാണ്? പുറത്തേക്ക് തുറന്ന് കിടക്കുന്ന, ഇരുട്ടിലേക്ക് തുറന്ന് കിടക്കുന്ന ഡോറ്. ദ റൂം വാസ് ഫിൽഡ് വിത്ത് ഡാർക്ക്നെസ്. റൂമും അതേപോലെ തന്നെ ഡാർക്ക്നെസ്സിൽ ഫിൽ ചെയ്തിരിക്കുന്നു. ആൻഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ് ഐ സാറ്റ് ദർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ്. ആ ലാമ്പിൻ്റെ മുറിയിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന കെറോസിൻ ലാമ്പിൻ്റെ വെളിച്ചത്തിൽ ഇറച്ചിയും മാംസവും ഒക്കെ ഉള്ള ഒരു കല്ല് പോലെ ഞാൻ അങ്ങനെ ഇരുന്നു. അനങ്ങാൻ പറ്റില്ല, കാരണം കൈമിൽ എന്താ ഉള്ളത്? പാമ്പാണുള്ളത്. ഓക്കെ, I felt then the great presence of the creator of this world and this universe. God was there. Suppose I said something and he did not like it. I tried in my imagination to write in bright letters outside my little heart the words, "Oh God." I felt then the great presence of the creator. സോ അതിനുശേഷം എനിക്ക് എന്ത് ചെയ്തു? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ക്രിയേറ്ററിൻ്റെ, ദൈവത്തിൻ്റെ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു. ആൻഡ് ഈ ലോകം മൊത്തം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്രിയേറ്ററിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ ചിന്ത. ആൻഡ് ഗോഡ് വാസ് ദർ. അവിടെ ദൈവം ഉണ്ടായിരുന്നു. സപ്പോസ് ഐ സെറ്റ് സംതിങ് ആൻഡ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. ചിലപ്പോൾ എന്തായിരിക്കും, ഞാൻ വല്ലതും പറഞ്ഞത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ആർക്ക്? ദൈവത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നത്. അതുകൊണ്ടാണ് പാമ്പ് എൻ്റെ മേലിൽ കയറി ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ ടു റൈറ്റ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ് ഔട്ട്സൈഡ് മൈ ലിറ്റിൽ ഹാർട്ട് ദ വേർഡ് "ഓ ഗോഡ്." ഞാൻ എൻ്റെ ഇമാജിനേഷനിൽ, ഞാൻ എൻ്റെ ചിന്തയിൽ, എൻ്റെ ചെറിയ ഹൃദയത്തിനുള്ളിൽ തിളക്കമാർന്ന അക്ഷരങ്ങൾ കൊണ്ട് ദൈവമേ എന്ന് എഴുതണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം ദൈവത്തോട് ഞാനെന്തോ പറഞ്ഞെന്തോ കാര്യം ദൈവത്തിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ദൈവം എനിക്ക് ഈ ഗതി വരുത്തിയതെന്ന് തോന്നിയിട്ട് ഞാൻ എന്ത് പറഞ്ഞു? ദൈവമേ എന്ന് എനിക്ക് എഴുതണമെന്ന് അന്ന് തോന്നി. There was some pain in my left arm. It was as if a thick leaden rod, no, a rod made of molten fire, was slowly but powerfully crushing my arm. The arm was beginning to be drained of all strength. What could I do?
There was some pain in my left arm. എൻ്റെ ലെഫ്റ്റ് ആമിൻ്റെ മുകളിൽ എന്താണ് ചെറിയൊരു പെയിൻ വന്നു തുടങ്ങിയിട്ടുണ്ട്, അവിടെ ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ആസ് ഇഫ് എ തിക്ക് ലെഡൻ റോഡ്, ഒരു ലെഡൻ റോഡ് പോലെയായിരുന്നു. അല്ല, അതൊരു റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൺ ഫയർ, ഒരു വലിയ തീ പോലെ അല്ലെ, ലാവ പോലെ, മോൾട്ടൺ ഫയർ പോലെയായിരുന്നു എനിക്കിത് തോന്നിയത്. അങ്ങനത്തെ ഒരു പെയിൻ ആയിരുന്നു. ആൻഡ് വാസ് സ്ലോലി ബട്ട് പവർഫുള്ളി ക്രഷിങ് മൈ ആം. പക്ഷേ ഇതെന്ത് ചെയ്തുകൊണ്ടിരിക്കുക, എന്നെ വളരെ സ്ലോലി ആണെങ്കിലും വളരെ എന്നെ പിടിച്ചിങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കുക, പാമ്പ് ഇങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കുക കൈൻ്റെ മുകളിൽ. ആൻഡ് ദെൻ ദ ആം വാസ് ബിഗിനിങ് ടു ബി ഡ്രെയിൻഡ് ഓഫ് ഓൾ സ്ട്രെങ്ത്. കൈൻ്റെ ആണെങ്കിൽ ശക്തി മുഴുവൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ്. വാട്ട് കുഡ് ഐ ഡു? ഞാൻ എന്ത് ചെയ്യും? At my slightest movement, the snake would strike me. ഞാൻ ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ എന്ത് സംഭവിക്കും? പാമ്പ് എന്നെ കൊത്തും. Death lurked 4 inches away. Suppose it struck, what was the medicine I had to take? There was no medicines in the room. I was but a poor, foolish and stupid doctor. I forgot my danger and smiled feebly at myself. ചെറിയൊരു അനക്കമുണ്ടെങ്കിൽ പാമ്പ് കൊത്തും. ഡെത്ത് ലേർക്ഡ് 4 inches away, 4 ഇഞ്ച് ദൂരത്തിൽ മരണം ഇങ്ങനെ നിൽക്കുകയാണ്. ആൻഡ് സപ്പോസ് ഇറ്റ് സ്ട്രക്ക്, വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്? ഇനി എന്നെ ഇത് കൊത്തിയാൽ ഞാൻ എന്ത് മരുന്നാണ് എടുക്കേണ്ടത്? ദർ വാസ് നോ മെഡിസിൻസ് ഇൻ ദ റൂം. റൂമിലാണെങ്കിൽ ഒരു മെഡിസിൻ പോലും ഇല്ല. I was but a poor, foolish and stupid doctor. ഞാനൊരു ദരിദ്രനായ വളരെ പാവം പിടിച്ച ഒരു സ്റ്റുപ്പിഡായിട്ടുള്ള ഒരു മണ്ടൻ ഡോക്ടറാണ്. I forgot my danger and smiled feebly at myself. ഞാൻ ഒരു നിമിഷത്തേക്ക് ഈ അപകടമൊക്കെ മറന്ന് ഞാൻ വളരെ ചെറുതായിട്ടൊന്ന് ചിരിച്ചു. It seemed as if God appreciated that. The snake turned its head. It looked into the mirror and saw its reflection. I do not claim that it was the first snake that had ever looked into a mirror, but it was certain that the snake was looking into the mirror. Was it admiring its own beauty, or was it trying to make an important decision about growing a mustache, or using eyeshadow and mascara, or wearing a vermilion spot on its forehead? It seemed as if God appreciated that. ഞാൻ പേടിയൊക്കെ മാറിയിട്ട് ഒന്നും ചെയ്യാനില്ലാതെ ചെറിയൊരു ചിരി ചിരിച്ചല്ലോ. ആ ചിരി ആർക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്? ദൈവത്തിന് ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്. ആൻഡ് ദ സ്നേക്ക് ടേൺഡ് ഇറ്റ്സ് ഹെഡ്. ഈ സ്നേക്ക് എന്ത് ചെയ്തു? മെല്ലെ തല ഒന്ന് തിരിച്ചു. ഓക്കെ. ഇറ്റ് ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ. അപ്പോൾ അത് കണ്ണാടിയിലേക്കാണ് നോക്കിയത്. കണ്ണാടിയിലേക്ക് നോക്കിയ സമയത്ത് പാമ്പ് എന്ത് ചെയ്തു? പാമ്പ് അതിൻ്റെ റിഫ്ലക്ഷൻ കണ്ണാടിയിൽ കണ്ടു. ഐ ഡു നോട്ട് ക്ലെയിം ദാറ്റ് ഇറ്റ് വാസ് the first snake that had ever looked into the mirror. ആദ്യമായിട്ട് കണ്ണാടിയിലേക്ക് നോക്കുന്ന പാമ്പാണ് ഇത് എന്നൊന്നും ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല, എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ എന്താണ്? ബട്ട് ഇറ്റ് വാസ് certain that the snake was looking into the mirror. പക്ഷേ ഒരു കാര്യത്തിൽ ഉറപ്പാണ്, പാമ്പ് എന്താണ് നോക്കുന്നത്? മിററിലേക്ക്, അത് കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ബട്ട് ഇറ്റ് വാസ് certain that the snake was looking into the mirror. Was it admiring its own beauty? ഈ പാമ്പ് കണ്ണാടിയിൽ നോക്കിയിട്ട് ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണോ? Was it trying to make an important decision about growing a mustache or using an eyeshadow and mascara for wearing a vermilion spot on its forehead? ഇനി അതല്ല, ഞാൻ നേരത്തെ എടുത്ത പോലെ വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്ലാനാണോ? എങ്ങനത്തെ? ഒരു മീശ വെക്കുക, ഒരു തിന്നായിട്ടുള്ള ഒരു മീശ വെക്കുക, അത് പോരാത്തതിന് കണ്ണിൽ ഐഷാഡോ ഇടുക, പോരാത്തതിന് മസ്കാര ഇടുക, നെറ്റിയിൽ സിന്ദൂരക്കുരി ഇടുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണോ ഇനി പാമ്പ് കണ്ണാടിയിൽ നോക്കിയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ആർക്കറിയാം അല്ലേ? ഐ ഡിഡ് നോട്ട് നോ എനിത്തിങ് ഫോർ സെർട്ടൈൻ. എനിക്ക് ഒന്നും അറിഞ്ഞൂടാ, എനിക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഓക്കെ. വാട്ട് സെക്സ് വാസ് ദ സ്നേക്ക്? വാസ് ഇറ്റ് മെയിൽ ഓർ ഫീമെയിൽ? ഈ പാമ്പ് ഏത് സെക്സാണ്? ഇത് മെയിലാണോ ഫീമെയിലാണോ, ആണാണോ അതോ പെണ്ണാണോ? ഐ വിൽ നെവർ നോ. For the snake unwound itself from my arm and slowly slithered into my lap. From there it crept onto the table and moved towards the mirror. Perhaps it wanted to enjoy its reflection and closer quarters. അതിനുശേഷം എന്തായി? I will never know. എനിക്കിതൊരിക്കലും അറിയാൻ പറ്റില്ല. And for a snake unwound itself from my arm and slowly slithered into my lap. അതിനുശേഷം പാമ്പ് എന്ത് ചെയ്തു? മെല്ലെ എൻ്റെ കയ്യിൽ ചുറ്റി വെച്ചിരിക്കുന്ന സാധനം മെല്ലെ അഴിഞ്ഞിട്ട് നേരെ എൻ്റെ മടിത്തട്ടിലേക്ക് അത് ഇറങ്ങിപ്പോയി. From there it crept
ഓൺ ടു ദ ടേബിൾ. അവിടുന്ന് എങ്ങോട്ട് അഴിഞ്ഞു പോയി? ടേബിളിൻ്റെ മുകളിലേക്ക് അഴിഞ്ഞു പോയി. ആൻഡ് മൂവ് ടുവേഴ്സ് ദ മിറർ. എന്നിട്ട് എങ്ങോട്ട് പോയി? നേരെ കണ്ണാടിക്ക് മുമ്പിലേക്ക് പോയി. പെർഹാപ്സ് ഇറ്റ് വാണ്ടഡ് ടു എൻജോയ് ഇറ്റ്സ് റിഫ്ലക്ഷൻ അറ്റ് ക്ലോസർ ക്വാർട്ടേഴ്സ്. ചിലപ്പോൾ എന്തിനായിരിക്കും അങ്ങോട്ട് പോയത്? അതിൻ്റെ റിഫ്ലക്ഷൻ, കണ്ണാടിയിലെ റിഫ്ലക്ഷൻ നേരെ അടുത്ത് പോയിട്ട് കാണാൻ വേണ്ടിയിട്ടായിരിക്കും. എൻ്റെ കൈമ നിഴഞ്ഞിട്ട് ഭാഗ്യത്തിന് എവിടേക്ക് പോയി? മേശപ്പുറത്ത് കയറിയിട്ട് നേരെ കണ്ണാടിൻ്റെ മുമ്പിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് ആൾ. I was no mere image cut in granite. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒരു ഇമേജല്ല, ഒരു ഗ്രാനൈറ്റ് പോലെ, ഒരു കല്ല് പോലെ ഉണ്ടാക്കി വെച്ചൊരു മനുഷ്യനല്ല. ഞാൻ ഇത്രയും നേരം പേടിച്ചിട്ടായിരുന്നത്. അതിനുശേഷം എനിക്ക് മനസ്സിലായി, ഞാൻ അതിനുശേഷം അവരടി നിന്നില്ല. ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ഉടനടി ഞാൻ എന്തായി മാറി? പെട്ടെന്ന് രക്തവും ഇറച്ചിയൊക്കെ ഉള്ളൊരു മനുഷ്യനായി മാറി. സ്റ്റിൽ ഹോൾഡിങ് മൈ ബ്രത്ത് ഐ ഗോട്ട് അപ്പ് ഫ്രം ദ ചെയർ. ഐ quietly went out of the room into the veranda. From there I leapt into the yard and ran for all I was worth. ഞാൻ എന്ത് ചെയ്തു? മെല്ലെ, ഐ സ്റ്റിൽ ഹോൾഡിങ് മൈ ബ്രത്ത്, ശ്വാസം അതേപോലെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? മെല്ലെ കസാരയിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ മെല്ലെ ഡോറിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് വരാന്തയിലേക്ക് ചെന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അവിടുന്ന് ഒരു ഒറ്റ ചാട്ട യാർഡിലേക്ക്, മുറ്റത്തേക്ക് ചാടിക്കൊണ്ടൊരു ഒറ്റ ഓട്ടം അങ്ങോട്ട് ഓടി അവിടെ നിന്ന്. കാരണം അത്രയും നേരം പേടിച്ചിട്ട് കല്ല് പോലെ ഇരുന്ന മനുഷ്യനാണ്. പാമ്പ് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ആശ്വാസമായിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒറ്റ ഓട്ടം അങ്ങോട്ട് ഓടി. Phew, each of us heaved a sigh of relief. All of us lit beadies. Somebody asked, "Daughter, is your wife very fat?" എല്ലാവരും എന്ത് ചെയ്തു? എല്ലാവരും ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ ഈ കഥ പറഞ്ഞതിന് ശേഷം എല്ലാവരും ഇയാൾ ഓടി നിറഞ്ഞപ്പോൾ കഥ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും എന്ന് പറഞ്ഞിട്ട് ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. അതിനുശേഷം എല്ലാവരും ഓരോ ബീഡ് കത്തിച്ചു. ഓക്കെ, സംബഡി ആസ്ക്ഡ്. എന്നിട്ട് ഒരാൾ ചോദിച്ചു, "ഡോക്ടർ, ഈസ് യുവർ വൈഫ് വെരി ഫാറ്റ്?" ഡോക്ടർ, നിങ്ങളുടെ ഭാര്യ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ തടിച്ചിട്ടുള്ളൊരു സ്ത്രീയാണോ? ഓക്കെ, നോ, ദ ഡോക്ടർ സെറ്റ്, ഗോഡ് വിൽഡ് അതർവൈസ്. അല്ല, ദൈവം വേറൊരു രീതിയിലാണ് ചിന്തിച്ചത്. മൈ ലൈഫ് കമ്പാനിയൻ ഈസ് എ തിൻ റീഡി പേഴ്സൺ വിത്ത് ദ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിൻറ്റർ. എൻ്റെ ലൈഫ് പാർട്ട്ണർ വളരെ മെലിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ്. പോരാത്തിന് ഭയങ്കര ഓട്ടോ. ഞാൻ ആദ്യം എന്താ ചിന്തിച്ചുകൊണ്ടിരുന്നത്? നല്ല തടിയോ കള്ള എൻ്റെ പുറകെ ഓടാൻ പറ്റാത്തൊരു സ്ത്രീയെ കല്യാണം കഴിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ദൈവം നേരെ തിരിച്ചാണ് ചിന്തിച്ചത്. നല്ല മെലിഞ്ഞ് നല്ലോണം ഓടാൻ അറിയുന്ന ഒരു പെണ്ണിനെയാണ് ഞാൻ അവസാനം കല്യാണം കഴിച്ചത്. ഓക്കെ, someone else asked, "Doctor, when you ran, did the snake follow you?" മറ്റൊരാൾ ചോദിച്ചു, "അല്ല ഡോക്ടറെ, നിങ്ങൾ പേടിച്ചിട്ട് പുറത്തേക്ക് ഓടിയ സമയത്ത് പാമ്പ് നിങ്ങളെ ഫോളോ ചെയ്ത് വന്നോ, പുറകെ വന്നോ?" The doctor replied, "I ran and ran till I reached എ ഫ്രണ്ട്സ് ഹൗസ്." ഞാൻ അന്ന് ഒറ്റ ഓടി ഞാൻ എവിടം വരെ ഓടി? എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരുണ്ട്, ആ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തുന്നവരെ ഞാൻ ഓടി. ഇമ്മീഡിയറ്റ്ലി ഐ സ്മിയർഡ് ഓയിൽ ഓൾ ഓവർ മൈ സെൽഫ് ആൻഡ് ടുക്ക് എ ബാത്ത്. പോയ പാടെ തന്നെ ഞാൻ എന്ത് ചെയ്തു? മേലൊക്കെ എണ്ണ തേച്ച് ഒരു കുളിച്ചു. I changed into fresh clothes. Next morning at 8:30 I took my friend and one or two others into my room to move my things from there. അതിനുശേഷം പിറ്റേന്ന് രാവിലെ 8:30 കൂടി ഞാൻ സുഹൃത്തും എൻ്റെ കൂടെ 1-2 ആൾക്കാരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് തിരിച്ചുപോയി. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് തിരിച്ചുപോയി. ബട്ട് വി ഫൗണ്ട് വി ഹാഡ് ലിറ്റിൽ ടു ക്യാരി. പക്ഷേ അവിടെ പോയി നോക്കിയപ്പോഴാണ് എന്ത് മനസ്സിലായത്? അവിടെ സാധനങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് എടുക്കാനാകെ വളരെ കുറഞ്ഞ സാധനങ്ങളുള്ളൂ, ബാക്കി സാധനങ്ങളൊന്നും കാണുന്നില്ല. സം തീഫ് ഹാഡ് റിമൂവ്ഡ് മോസ്റ്റ് ഓഫ് മൈ തിങ്സ്. ഇന്നലെ രാത്രി വാതിലും തുറന്നിട്ടിട്ടാണ് ഞാൻ ഓടിയത് പാമ്പിനെ കണ്ടിട്ട്. അപ്പോൾ രാത്രി ഏതോ കള്ളം കയറിയിട്ട് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ട്, ബാക്കിയൊന്നും അവിടെ കാണുന്നില്ല. And the room had been cleaned out, but not really. The thief had left behind one thing as a final incident. അത് മാത്രമല്ല, ഈ കള്ളനാണെങ്കിൽ ഒരു സാധനം മാത്രം അവിടെ എടുക്കാണ്ട് വെച്ചിട്ടുണ്ട്, ഒരു ഇൻസൾട്ട് പോലെ അവിടെ എടുക്കാണ്ട് വെച്ചിട്ടുണ്ട്. എന്താ? വാട്ട് വാസ് ദാറ്റ്? ഐ ആസ്ക്ഡ്. ഞാൻ ചോദിച്ചു, എന്താണത്? ഓക്കെ, ദ ഡോക്ടർ സെഡ്, മൈ വെസ്റ്റ്. എന്താണ്? ഞാൻ അവിടെ തൂക്കിയിട്ടിരുന്ന എൻ്റെ മുഷിഞ്ഞ കളറൊക്കെ പോയ ഉള്ളിലിടുന്ന ഇന്നർ വെയർ അവിടെ തൂക്കിയിട്ടിരുന്നു. ആ ബനിയൻ മാത്രം, ആ വെസ്റ്റ് മാത്രം, ഉള്ളിലിടുന്ന വെസ്റ്റില്ലേ, അത് മാത്രം അവിടെ കിടക്കുന്നുണ്ട്. അത് മാത്രം കള്ളൻ അവിടെ വെച്ചിട്ട് ബാക്കി സാധനങ്ങളൊക്കെ കള്ളൻ എടുത്തുകൊണ്ടുപോയി. മൈ വെസ്റ്റ്, ദ ഡേർട്ടി വൺ, ആ വൃത്തികെട്ട വെസ്റ്റ് മാത്രം അവിടെയുണ്ട്. ആൻഡ് ദ ഫെലോ ഹാഡ് സച്ച് എ സെൻസ് ഓഫ് ക്ലീൻലിനെസ്. എനിക്ക് തോന്നുന്നു ഈ കള്ളൻ നല്ല വൃത്തിയുള്ള കള്ളനാണെന്ന്. ആൻഡ് ദ റാസ്കൽ കുഡ് ഹാവ് ടേക്കൺ ഇറ്റ് ആൻഡ് യൂസ്ഡ് ഇറ്റ് ആഫ്റ്റർ വാഷിംഗ് ഇറ്റ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. ആ കള്ളൻ ഇത് കൊണ്ടുപോയെങ്കിൽ എന്താക്കിയായിരുന്നു? കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ സോപ്പും വാട്ടറൊക്കെ ഇട്ടിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കായിരുന്നു. ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ ഡോക്ടർ?
പിറ്റേ ദിവസം നിങ്ങൾ പാമ്പിനെ കണ്ടോ ഡോക്ടറെ? അടുത്ത ചോദ്യം വന്നു. ദ ഡോക്ടർ ലാഫ്ഡ്. ഡോക്ടർ ചിരിക്കാൻ തുടങ്ങി. ഐ ഹവ് നെവർ സീൻ ഇറ്റ് സിൻസ്. അതിനുശേഷം ഞാൻ അതിനെ കണ്ടിട്ടേ ഇല്ല. ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൺ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. സ്വന്തം സൗന്ദര്യത്തിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാമ്പായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പാമ്പിനെ ഞാൻ പിന്നെ കണ്ടിട്ടേ ഇല്ല എന്ന് നമ്മുടെ ഡോക്ടർ പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് ബൈ വി അബ്ദുള്ള. അപ്പോൾ വി അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബ്യൂട്ടിഫുൾ ഹ്യൂമറസ് സ്റ്റോറി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കഥ. എല്ലാവർക്കും മനസ്സിലാക്കാണല്ലോ. ഇതാണ് ബഷീറിൻ്റെ ഒരു ശൈലി. ഹീസ് വെരി ഹ്യൂമറസ്. വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിലാണ് പുള്ളി കഥകൾ എഴുതുക. സർക്കാസത്തിൻ്റെ എലമെൻറ്റുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഹീ ഈസ് നോൺ ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് റൈറ്റേഴ്സ് ഇൻ മലയാളം ലിറ്ററേച്ചർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്തരത്തിലൊരു എഴുത്തുകാരനായിരുന്നു. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കഥയുടെ മറ്റ് എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.